നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേലുപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളി മരിച്ചു. വേലുപ്പാടം കിണർ സ്റ്റോപ്പിന് സമീപം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നു. ചർച്ചയിൽ തീരുമാനമായില്ല. പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ദേശീയപാത ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ഇരട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ ബസ് ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വിശദമായ വാർത്തയിലേക്ക്. വേലുപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളി മരിച്ചു. വേലുപ്പാടം കിണർ സ്റ്റോപ്പിന് സമീപം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെ വേലുപ്പാടം പള്ളിപ്പറമ്പിൽ തെങ്ങ് മുറിക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെയ്സനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വേലുപ്പാടം സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ ബൈജി, മക്കൾ അജിത്, അമൽ, അഖിൻ. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നു. ചർച്ചയിൽ തീരുമാനമായില്ല. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിലും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. BMS, CITU യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത്. ബസ് പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ യാത്രക്കാർ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന റൂട്ടിൽ യാത്രാക്ലേശം തീർക്കാൻ അധികൃതർ ബദൽ സംവിധാനമൊന്നും ഇതുവരെ ഒരുക്കിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ ആമ്പല്ലൂരിലെ U-ടേൺ അടയ്ക്കുകയും വരന്തരപ്പള്ളി, കല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തൃശൂരിലേക്കുള്ള ബസ്സുകൾ പുതുക്കാട് സിഗ്നലിലെത്തി തിരിയണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് പണിമുടക്കിലേക്ക് എത്തിച്ചത്. 60-ലേറെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിട്ടും ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ അടിപ്പാതയിലൂടെ ബസ്സുകൾ കടത്തിവിടണമെന്ന ആവശ്യത്തിലാണ് ബസ് തൊഴിലാളികൾ. പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് പ്രതികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. ആലുവ സ്വദേശികളായ ചീനിവിള വീട്ടിൽ ആഷ്ലിൻ, പള്ളത്ത് വീട്ടിൽ താരിസ്, പീച്ചി ചേരുംകുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ കിങ്ങിണി ഷിജോ എന്ന ഷിജോ, പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി പാലാട്ടുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ. ലോറിയിൽ ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു, ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ആലുവയിൽ ഒരാളെ വെട്ടിക്കൊന്ന കേസിലുൾപ്പെടെ 16 കേസുകളിൽ പ്രതിയാണ് താരിസ്. 6 ലഹരി കേസുകളിൽ പ്രതിയാണ് ഷിജോ. ആളൂരിൽ ATM കുത്തിപ്പൊളിച്ച കേസ്, കവർച്ച തുടങ്ങി 12 കേസുകളിൽ പ്രതിയാണ് ജാബിർ. പാലക്കാട് 160 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ആഷ്ലിൻ.
റൂറൽ SP B കൃഷ്ണകുമാർ, റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP PC ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ, റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സൂരജ് വിദേവ്, AU റെജി, MJ ബിനു, സോണി സേവ്യർ, AB നിഷാന്ത്, KJ ഷിൻഡോ, പുതുക്കാട് അഡീഷണൽ SIമാരായ AV ലാലു, മുരളീധരൻ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാത ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ഇരട്ടക്കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രസവശേഷം ഇരട്ടക്കുട്ടികളുമായി വീട്ടിലേക്ക് മടങ്ങിയ മുരിങ്ങൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് കത്തിനശിച്ചത്. മുരിങ്ങൂർ ഐക്കരപ്പറമ്പിൽ വീട്ടിൽ സജി ഉൾപ്പെടെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടയുടനെ ഇവർ കാറിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഡോറുകൾ തുറക്കാൻ കഴിയാതിരുന്നത് പരിഭ്രാന്തിക്കിടയാക്കിയെങ്കിലും അല്പസമയത്തിനുള്ളിൽ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞത് വലിയ ദുരന്തം ഒഴിവായി. പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങിയ കുടുംബം സാധനങ്ങൾ മാറ്റിയതിന് തൊട്ടു പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മുരിങ്ങൂർ സ്വദേശി പൂഞ്ഞക്കാരൻ ജോസഫ് തങ്കച്ചന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തിനശിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കോടാലി ഇഞ്ചക്കുണ്ട് കുണ്ടിൽ വീട്ടിൽ സുബ്രൻ മകൻ 41 വയസ്സുള്ള അനീഷിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വിനോദ് കുമാർ N കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2022 ഏപ്രിൽ 10 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. അനീഷ് മാതാപിതാക്കളായ 65 വയസ്സുള്ള സുബ്രൻ, 62 വയസ്സുള്ള ചന്ദ്രിക എന്നിവരെ വസ്തുതർക്കത്തിന്റെ പേരിൽ മൺവെട്ടികൊണ്ടും വെട്ടുകത്തികൊണ്ടും കഴുത്തിലും തലയിലും വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റ് PA ജെയിംസ്, അഡ്വക്കേറ്റ് എബിൽ ഗോപുരൻ, അഡ്വക്കേറ്റ് അൽജോ P ആന്റണി, അഡ്വക്കേറ്റ് PS സൗമ്യ എന്നിവർ ഹാജരായി. കൊടുങ്ങല്ലൂരിൽ ബസ് ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ബസ് ഡ്രൈവറായ ഇടവിലങ്ങ് അവണിപ്പുള്ളി വീട്ടിൽ ഹരികൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ പുല്ലൂറ്റ് വിയ്യത്തുംകുളങ്ങ പഴുവേലിക്കകത്ത് വീട്ടിൽ നംജിത്ത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഹരികൃഷ്ണൻ ഓടിച്ചു പോയിരുന്ന ബസ്സിനെ കടത്തിവിടാതെ ബസ്സിന് മുന്നിലൂടെ റോഡിന് നടുവിലൂടെ തടസ്സമായി മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോയത് നാരായണമംഗലത്ത് വെച്ച് ബസ് നിർത്തി മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആളോട് ചോദിക്കുന്ന സമയം ഹരികൃഷ്ണനെ തടഞ്ഞ് മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യത്തിനാണ് നംജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 35 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേലൂപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളി മരിച്ചു. വേലൂപ്പാടം കിണർ സ്റ്റോപ്പിന് സമീപം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്.
വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് 2ാം ദിവസവും തുടരുന്നു. ചർച്ചയിൽ തീരുമാനമായില്ല. പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ദേശീയപാത ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ഇരട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോടാലി ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ ബസ് ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.